പക അത് വീട്ടാനുള്ളതാണ്. ഇതൊരു സിനിമയിലെ ഡയലോഗാണെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഉള്ളിൽ പകയും വിദ്വേഷവുമായി കഴിയുന്ന മനുഷ്യരുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി നൽകിയ സംഭവമുണ്ടായി. മാലോം സ്വദേശി ബാബുവിൻ്റെ 2 പല്ലുകളാണ് സഹപാഠിയായിരുന്ന ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യുവും ചേർന്ന് അടിച്ചു കൊഴിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഏറെ കൗതുകകരവും അപൂർവമായ കേസ് കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാനാകൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് സഹപാഠിയെ തിരിച്ചു തല്ലി പകവീട്ടൽ, അതും 62ാം വയസ്സിൽ. കുട്ടിക്കാലത്തെ തല്ലിന് പകവീട്ടിയത് മാലോത്തെ ബാലകൃഷ്ണൻ. സഹായത്തിനുണ്ടായിരുന്ന സുഹൃത്ത് മാത്യു വലിയപിളാക്കലും കേസിൽ പ്രതി. അടികൊണ്ടത് മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ BJ ബാബുവിനി. ബാബുവിന്റെ 2 പല്ലുകളാണ് ഇരുവരും ചേർന്ന് അടിച്ചു കൊഴിച്ചത്. സ്കൂളിലെ തല്ലിനെ ചൊല്ലി ഇരുവരും നേരത്തെ വാക്കേറ്റമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പരിഹരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാലോം ടൗണിൽ നിൽക്കുകയായിരുന്ന ബാബുവിനെ 4ാം ക്ലാസ്സിൽ വെച്ച് തല്ലിയതെന്തിനാണെന്ന് ചോദിച്ച് വീണ്ടും ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും ഇടിച്ചു പരിക്കേൽപ്പിച്ചു. 2 പല്ലുകൾ കൊഴിയുകയും മുഖത്തും പുറത്തും പരിക്കേൽക്കുകയും ചെയ്ത ബാബുവിനെ കൂടുങ്കലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. പരിക്ക് സാരമുള്ളതായതിനാൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ജില്ലാ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടറും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മാലോത്ത് നിന്നും കൂടുങ്കലിലേക്കും അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്കുമായി 100 കിലോമീറ്ററാണ് ബാബുവിന് ചികിത്സക്കായി സഞ്ചരിക്കേണ്ടി വന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത വെള്ളരിക്കുണ്ട് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്.